നമ്മൾ രേണു സുധിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കോണ്ടന്റ്സ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. കുറെ എന്ന് വെച്ചാൽ ഒരു മൂന്നാലെണ്ണം. അത് അവരുടെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ചാനൽ, അതുപോലെ തന്നെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവരൊരു രോഗാവസ്ഥയിലാണ്. രോഗാവസ്ഥ എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മരിച്ചുപോയ, അതായത് മൺമറഞ്ഞു പോയ സിനിമാ താരം, മിമിക്രി താരം സുധി, കൊല്ലം സുധിയുടെ മകനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അതായത് രോഗാവസ്ഥയിലുള്ള അമ്മയെ കാണാൻ മകൻ പോയില്ലേ എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മകൻ കിച്ചു ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഇന്നപോലെ അമ്മയെ കാണാൻ പോവുകയാണെന്ന്. നമുക്ക് അതൊന്ന് കാണാം. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്കെതിരെ ഒരു വീഡിയോ അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. അപ്പൊ ഇങ്ങനെ കാണാൻ പോവുകയാണ് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം, ഈ അമ്മയും ഈ മകനും തമ്മിൽ എന്താ പറയുന്നത്, ഒരു കുറച്ച് ഉടക്കും കാര്യങ്ങളും രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലും ഒക്കെ ആയിരുന്നു. കാരണം ഇത് കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മകനാണ് കിച്ചു. ആദ്യ ഭാര്യ പോയതിനു ശേഷമാണ് രേണുവുമായി ഈ പറയുന്ന കൊല്ലം സുധിയുടെ വിവാഹം നടത്തുന്നു. അപ്പം ആദ്യ ഭാര്യയിലുള്ള മകനാണ് ഈ കിച്ചു. അപ്പൊ ഈ കിച്ചു എന്ന് പറയുന്ന ആള് നമ്മുടെ കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം കിച്ചു രേണു സുധിയുടെ കൂടെ അല്ലായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് രേണു സുധി ബിഗ് ബോസിലൊക്കെ പോയി അത്യാവശ്യം ഫേമസ് ആയി. പിന്നീട് അതിനുശേഷം അവരുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കിച്ചുവും രേണുവും തമ്മിൽ, അതായത് അമ്മയും മകനും തമ്മിൽ അടുപ്പമില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ചർച്ചകളുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ മറുപടി ഇടയ്ക്ക് കിച്ചു തരുമായിരുന്നു. കാരണം അതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ശേഷമാണ് ഇപ്പോൾ ഇവരുടെ അമ്മയ്ക്ക് വയ്യാതായിരിക്കുന്ന സാഹചര്യത്തിൽ കാണാൻ പോവാന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ, ഈ ഒരു സംവിധാനത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെ കിച്ചു ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന് പറഞ്ഞു. നമ്മൾ കണ്ട വീഡിയോ അതാ. അപ്പോൾ ആ വീഡിയോ വെച്ചിട്ട് മറ്റൊരാൾ റിയാക്ട് ചെയ്തായിരുന്നു, പൊന്നു മോനെ, അല്ലെങ്കിൽ പറയുന്ന ഡയലോഗ്സ് വേറെയാണ്. മോശമായിട്ടൊന്നും അല്ല, രോഗാവസ്ഥയിൽ പോയി കാണണം, നിനക്ക് താല്പര്യമുണ്ട് പോയി കണ്ടാൽ മതി, ഇല്ലെങ്കിൽ കാണണ്ട, നല്ല മനസ്സോടുകൂടി കണ്ടാൽ മതി, ഇല്ലെങ്കിൽ നീ കാണാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ഇപ്പൊ കിച്ചു ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. എനിക്കെതിരെ ഒരു വീഡിയോ അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു, ഞാനൊരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം, ഓക്കെ. അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം, ഓക്കെ. അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു, മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേന്റെ വില എനിക്ക് എന്താന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ 2ാമത്തെ വയസ്സിൽ എന്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പന്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പന്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും, ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായോ?
ഇപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതും തോന്നിയിട്ട് തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിച്ചു ഇത് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ഒരു മടുപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് കാണിച്ചിരുന്നു. എന്തുകൊണ്ടെന്ന്, സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങിയ രേണു സുധി അതിൽ ചെയ്തിരുന്ന ചില കണ്ടന്റുകളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ മകൻ ആ അമ്മയ്ക്കൊരു മെസ്സേജ് അയച്ചതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് കാണിച്ചു. അവരുടെ തന്നെ മകനായ, അതായത് രേണു സുധി, കൊല്ലം സുധി രേണുവിൽ ഉണ്ടായ മകനായ ഋതപ്പൻ എന്ന് പറയുന്ന ആ കുട്ടി ഇത് കണ്ടല്ലേ വളർന്നു വരുന്നത്. അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അവന്റെ ഫോൺ കിട്ടുമ്പോൾ അവൻ ഇതൊക്കെയല്ലേ കാണുന്നത്. അവന്റെ അമ്മയെ കുറിച്ചുള്ള സങ്കല്പങ്ങള്, അവന്റെ കൂട്ടുകാർ അവനെ കളിയാക്കുന്ന കാര്യങ്ങൾ, നിന്റെ അമ്മ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന ചോദ്യങ്ങൾക്ക് അവൻ നേരിടേണ്ടി വരുന്ന ആ ചോദ്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് കിച്ചു ഈ ചോദ്യങ്ങൾ ഈ ഒരു മെസ്സേജ് അയച്ചത്. മറുപടി എന്നോണം വന്നത് അതിൻ്റെ അകത്ത് ഞാൻ ഒരു തെറ്റും കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് കിച്ചു തന്നെ പറയുന്നു, അതായത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇട്ടുകൊണ്ട് എനിക്കൊരു വീഡിയോയ്ക്ക് 2-2.5 ലക്ഷം രൂപയൊക്കെ അവരുടെ അതായത് രേണുവിന് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. ഇവിടെ വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളെക്കാൾ ഉപരി പണത്തിന്റെ പുറകെ പോയത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഇനി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ, ഈ ഒരു രോഗാവസ്ഥയിൽ അവരെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഈ ഒരു വീഡിയോ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ബാക്ക് സ്റ്റോറി നമുക്കിങ്ങനെ പറയേണ്ടി വന്നത്. ബാക്ക് സ്റ്റോറി എന്ന് പറയുമ്പോൾ അവരുടെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന്റെ കാര്യങ്ങൾ. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അവര് ഏതോ ഒരു പോയിന്റ് പറഞ്ഞായിട്ട്, അതായത് അവർക്കിങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പണം, അതായത് രോഗത്തിനുള്ള ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുകയും ചെയ്യേണ്ടതിനാണ് അവരിങ്ങനെയൊക്കെ ചെയ്തതെന്ന് എവിടെ ഒരു ഇതിൽ പറഞ്ഞു കേട്ടു. ശരിയോ തെറ്റോ എന്നറിയില്ല. എന്താണെങ്കിലും ഇവിടെ പണത്തിന് പുറകെ പോയത് കൊണ്ടാണ് ഈ വ്യക്തി, അതായത് അമ്മ മകൻ ബന്ധം പോലും അവിടെ നഷ്ടപ്പെട്ടു പോയത്. ആ മകന് അമ്മയെ വേണമെന്ന് വെച്ചാലും അമ്മയ്ക്ക് മകനെ വേണ്ട എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇനി ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നിന്നിരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒന്ന് റിയാക്ട് ചെയ്യാം, ഈ എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറയാം എന്ന് മാത്രം ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അവരെ വേദനിപ്പിക്കണമെന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു അവസ്ഥ ആ മകൻ പറഞ്ഞപ്പോൾ നമുക്കത് റിയാക്ട് ഒന്ന് പറഞ്ഞേക്കാം, ഇതിനെക്കുറിച്ച് നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു. ഇത്രേ ഉള്ളൂ. ബൈ.